മണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? പണ്ട് അക്ബർ എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മിടുമിടുക്കനായൊരു മന്ത്രിയും. ആ മന്ത്രിയുടെ പേര് മഹേഷ് ദാസ്. പക്ഷേ ഈ പേര് പറഞ്ഞാൽ പെട്ടെന്ന് അധികമാർക്കും തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. എന്താണെന്നറിയോ? അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് മറ്റൊരു പേരിലാണ്, ബീർബൽ. മിടുക്കനായ, ബുദ്ധിമാനായ, ഏതു പ്രശ്നത്തിനും വളരെ ചിന്തിച്ച് ഏറ്റവും ഉത്തമമായ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിരുന്ന അക്ബർ ചക്രവർത്തിയുടെ മന്ത്രിമാരിൽ പ്രധാനിയായ ബീർബൽ. ബീർബലിന്റെ മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന് കാര്യങ്ങളെ വളരെയധികം നർമ്മബോധത്തോടുകൂടി കാണാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം തന്നെ ചക്രവർത്തി ബീർബലിന്റെ ഉപദേശം തേടിയിരുന്നു. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു അക്ബർ ചക്രവർത്തിക്ക് മഹേഷ് ദാസ് എന്ന ബീർബലിനെ. മഹേഷ് ദാസിന് ബീർബൽ എന്ന പേര് സമ്മാനിച്ചതും ചക്രവർത്തിയാണ്. ബീർബലിന്റെ ബുദ്ധി വൈഭവത്തെയും നർമ്മബോധത്തെയും ഒക്കെ കുറിച്ചുള്ള ഒരുപാട് കഥകളുണ്ട്. ഈ കഥകളൊക്കെ പുസ്തകങ്ങളായിട്ടുമുണ്ട്. ബീർബൽ കഥകൾ, അക്ബർ ബീർബൽ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്, ബീർബൽ കഥകൾ. ഇതിൽ ബീർബലിന്റെ കഥകൾ പുനരാഖ്യാനം ചെയ്തിരിക്കുന്നത് സാഗ ജെയിംസ് എന്ന സാഗ ടീച്ചറാണ്. ആ പുസ്തകത്തിൽ ഒരുപാട് കഥകളുണ്ട്, കുഞ്ഞു കുഞ്ഞു കഥകൾ. ഈ പുസ്തകത്തിൽ നിന്ന് ഒരു കഥയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ പോകുന്നത്. വായിക്കാം. ഈ കഥയുടെ പേര് ഏറ്റവും ഇഷ്ടമുള്ളത്. മധുരയിലെ ഒരു ഗ്രാമത്തിൽ ഒരു മരപ്പണിക്കാരനും അയാളുടെ 3 ആൺമക്കളും ജീവിച്ചിരുന്നു. അവരുടെ അയൽവാസിയായി ഒരു കൃഷിക്കാരനും അയാളുടെ 2 പെൺമക്കളും താമസിക്കുന്നുണ്ടായിരുന്നു. നല്ല അധ്വാനികളായ മരപ്പണിക്കാരനും അയാളുടെ 3 മക്കളും മരപ്പണിയിലൂടെ പണക്കാരായി മാറി. കൃഷിക്കാരനും അയാളുടെ 2 പെൺമക്കളും വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. ഒരിക്കൽ കൃഷിക്കാരന്റെ വീട്ടിൽ തീപിടുത്തമുണ്ടായി. അയാൾ മാറത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. ആളുകൾ ഓടിക്കൂടി. കൂടെ മരപ്പണിക്കാരനും മക്കളും ഉണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവർ കൃഷിക്കാരന്റെ വീട്ടിലെ കീറിയതും പൊട്ടിയതുമായ വസ്തുക്കളെല്ലാം വലിച്ചുവാരി പുറത്തേക്കിട്ടു. കൃഷിക്കാരൻ എന്നിട്ടും നിലവിളിച്ചുകൊണ്ടിരുന്നു. മരപ്പണിക്കാരൻ കാര്യമന്വേഷിച്ചു. ഞാൻ എന്റെ മക്കളുടെ കല്യാണത്തിന് വേണ്ടി സ്വരൂപിച്ചു വെച്ച വജ്രവും മുത്തുകളും ഒരു കിഴിയിൽ കെട്ടി വീടിന്റെ ഒരു മൂലയ്ക്ക് കുഴിച്ചിട്ടിട്ടുണ്ട്. അത് മുഴുവനും തീയുടെ ചൂടേറ്റ് പൊട്ടിത്തെറിച്ച് നശിച്ചു പോകും, കൃഷിക്കാരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട് കൗശലക്കാരനായ മരപ്പണിക്കാരൻ പറഞ്ഞു, ഞാനും എന്റെ മക്കളും കൂടി അത് കണ്ടെത്തി തരാം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. കുഴിച്ചിട്ട കിഴി കണ്ടെത്തിയാൽ അതിൽ നിന്ന് എനിക്കിഷ്ടമുള്ളത് മാത്രമേ നിങ്ങൾക്ക് ഞാൻ തരികയുള്ളൂ. സമ്മതിച്ചോ? ഒരു ഗത്യന്തരവുമില്ലാത്തതിനാൽ മരപ്പണിക്കാരൻ പറഞ്ഞത് കൃഷിക്കാരൻ അംഗീകരിച്ചു. ഉടൻ തന്നെ മരപ്പണിക്കാരനും മക്കളും കൂടി തീയുടെ ചൂട് വകവയ്ക്കാതെ കിഴി കണ്ടെത്തി. എന്നിട്ട് അതിനുള്ളിലെ നാണയങ്ങളും വിലയേറിയ മുത്തുകളും വജ്രവും എല്ലാം എടുത്ത ശേഷം ആ സഞ്ചി മാത്രം കൃഷിക്കാരന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കൃഷിക്കാരൻ ചങ്കു തകർന്നു നിന്നുപോയി. എത്ര കെഞ്ചിയിട്ടും മരപ്പണിക്കാരന്റെ മനസ്സ് അലിഞ്ഞില്ല. പിറ്റേന്ന് കൃഷിക്കാരൻ തന്റെ പരാതിയുമായി മഹാമന്ത്രിയെ കണ്ടു. ആരെ? ബീർബലിനെ. കൃഷിക്കാരന്റെ ഭാഗത്താണ് സത്യമുള്ളതെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഉടൻ തന്നെ പരാതിയുടെ തീർപ്പ് കൽപ്പിക്കാനായി മരപ്പണിക്കാരനെ വിളിപ്പിച്ചു. എന്നിട്ട് അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആ പണക്കിഴിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു? അതിനുള്ളിലെ മുത്തും വജ്രവുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രഭു.
മരപ്പണിക്കാരൻ പറഞ്ഞു. പണക്കിഴി കണ്ടെത്തിയാൽ നിങ്ങൾക്ക് എന്ത് തരാമെന്നായിരുന്നു മരപ്പണിക്കാരൻ പറഞ്ഞിരുന്നത്? ബീർബൽ കൃഷിക്കാരനോട് ചോദിച്ചു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത് തരാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പ്രഭു. കൃഷിക്കാരൻ ഉത്തരം നൽകി. ശരി, അങ്ങനെയാണെങ്കിൽ മരപ്പണിക്കാരന്റെ കയ്യിലെ മുത്തും വജ്രവും കൃഷിക്കാരന് കൊടുക്കുവാനായി നാം ഉത്തരവിടുന്നു, ബീർബൽ കൽപ്പിച്ചു. ഇത് കേട്ട് മരപ്പണിക്കാരൻ നാണിച്ച് തല കുമ്പിട്ടു നിന്നു. കൃഷിക്കാരൻ സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. അയാൾ ബീർബലിനോട് നന്ദി പറഞ്ഞു. കുഞ്ഞുമണികളെ, ഈ കഥ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? മറ്റൊരാൾ കഷ്ടപ്പെട്ട് നേടിയ ഒന്ന് നമ്മൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അത് അവർക്ക് വലിയ സങ്കടമുണ്ടാക്കും. മാത്രമല്ല, അത് നമ്മുടെ കയ്യിൽ നിലനിൽക്കുകയുമില്ല. ഇതുപോലെ ഒരുപാട് കഥകൾ ദേ ഈ പുസ്തകത്തിലുണ്ട് കേട്ടോ. പുസ്തകത്തിന്റെ പേര് മറക്കണ്ട, ബീർബൽ കഥകൾ, പുനരാഖ്യാനം സാഗ ജെയിംസ്. പുറത്തിറക്കിയിരിക്കുന്നത് നമ്മുടെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി ഇന്നത്തെ കഥയോടൊപ്പം നമുക്ക് കൂട്ടുകാരുടെ പേരുകൾ പറയാനുണ്ട്. ഇലോൺ ഇമ്മാനുവൽ നിജോ, എയ്തൻ ഋഷിക കൃഷ്ണ, ഭദ്ര നായർ, ഭാനു, റിസ്വാൻ കൊടുമുടി, ഷനായ നച്ചു, ഫാത്തിമത് സാറ, മുഹമ്മദ് ആമീൻ, നൈറ ഇഷാൻവി, ആന അന്ന ഡാനിയേൽ, നൈനിക മനീഷ്, തൻവി രഞ്ജിത്ത്, ദ്യുദേവ് വിപിൻ, ഇഷിത ചിന്മയ്, ഖലീൽ ഇബ്രാഹിം, വഹ്ബാൻ ഇബ്രാഹിം, ഇയാൻ, ജൂഡ് പോൾ ആശിഷ്, ധനഞ്ജയ്, ദർശൻ. ഇനി നമ്മുടെ പിറന്നാൾ കുട്ടികൾ: അബിഗെയിൽ മേരി, റയാൻഷ് MS, നക്ഷ്, കാർത്തിക്, ഹൃദ്വിൻ K, സാത്വികി ശരത്, ഇസ റോസ് ജോസഫ്, നിരാമയ V. പിറന്നാൾ കുട്ടികളെ, നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. സ്നേഹം അറിയിച്ച എല്ലാ ചക്കര കുട്ടികൾക്കും ചക്കരയുമ്മ ഉമ്മ. അച്ഛനമ്മമാരെ, കഥയോടൊപ്പം ഇതുപോലെ കുഞ്ഞുങ്ങളുടെ പേരുകൾ കൂടി പറയണം എന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് വരണേ. ആപ്പിൾ സ്റ്റോറി ക്ലബ്, ഇതാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിന്റെ പേര്. ഇൻസ്റ്റഗ്രാം പേജിലേക്ക് വന്നിട്ട് നമുക്ക് മെസ്സേജ് അയക്കൂ. അടുത്ത് വരുന്ന 2 കഥകളിൽ ഏതെങ്കിലും ഒന്നിൽ തീർച്ചയായും കുഞ്ഞിന്റെ പേര് നമ്മൾ പറയുന്നുണ്ടാവും. പിന്നെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. പേജിന്റെ ലിങ്ക് ഈ കഥയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം.